ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പാണ് പോകുന്നത്. കാലത്തല്ല, ഇത് പുലർച്ചെയാണ്. പുലർച്ചെ 5 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രിപ്പ് ആരംഭിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ കാലത്തായി. വേഗം ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പുലർച്ചെ അധികം ട്രാഫിക് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വേഗം പോകാൻ പറ്റി. പിന്നെ അങ്ങോട്ട് കാലത്തായപ്പോൾ മുതൽ അങ്ങോട്ട് തുടങ്ങി ട്രാഫിക്. ഇപ്പോൾ ഒരു 10 മണിയായി. 10 മണിയായപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ മലബാർ സൈഡിലൊക്കെ കാലത്ത് പൊറോട്ട ഇലക്കറിയാണ്. നമ്മുടെ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ദോശയും ഇഡ്ഡലിയൊക്കെ ആവും. ഇപ്പോൾ ഇവിടെ ഒരു ചേഞ്ചായി, എന്നാലും കുഴപ്പമില്ല, നല്ല സ്വാദുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ കോഴിക്കോട് സൈഡല്ലേ, എന്താ സ്വാദിന് വലിയ കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടൊരു ഹൈവേ ആയിരുന്നു, എന്ത് സ്മൂത്തായിട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വഴികളുണ്ട്, അങ്ങനെ നമുക്ക് ഭയങ്കര നന്നായിട്ട് പോകാം. പക്ഷെ വിഷമിക്കേണ്ട, ഇതിനൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലോക്കും കിട്ടും. പിന്നെ നമ്മളൊരു ഇളനീര് ഇറങ്ങി കുടിച്ചു. ഇളനീര് അവിടെ തന്നെ ഇളനീര് ഷേക്ക് ഉണ്ട്. ഈ ഇളനീര് എടുത്തിട്ട് അവർ ഷേക്ക് ഉണ്ടാക്കുക, പൊളി ടേസ്റ്റാണ്. ഞാൻ 2 ഷേക്കത്തോളം കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഓണ വഴിക്ക് കുറേ മാളുകളൊക്കെ കണ്ടു. ഇത് കണ്ണൂരാണ്, ഏതായിരുന്നു മാളെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമുക്കിതിലൊക്കെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. കാണുമ്പോൾ തന്നെ നിർത്താൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇല്ല, സമയമില്ല, അതാണ് പ്രശ്നം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമുക്ക് പറ്റില്ല. പിന്നെ പോണ വഴിയിലൊരു, എൻ്റെ മോൻ എന്തൊരു സീനത്. ഇതൊക്കെ നേരിട്ട് കാണാൻ ഇതിൽ രസമാണ്. ഇതിപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ടില്ല, വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് നിർത്തണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. എന്തൊരു രസമാണ് കാണാൻ ഇതൊക്കെ. ഞങ്ങൾ ഇവിടെ നിർത്തിയില്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ നിർത്തി. പിന്നെ ഞങ്ങൾ കാനങ്ങാട് നിന്നായിരുന്നു ലഞ്ച്, ജാസ്പർ ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് വെജ് താലിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള വെജ് താലിയായിരുന്നു കേട്ടോ. ഞാൻ പൊതുവെ ഒരു നോൺ വെജ് ലവറാണ്, പക്ഷേ എനിക്ക് ഈ വെജ് താലി ഇവരുടെ ഭയങ്കര ഇഷ്ടം. എനിക്കങ്ങനെ എല്ലായിടത്തും ഒന്നും ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഞാനൊരു ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത് കുഴപ്പമില്ല എന്ന് പറയാം. ചിക്കൻ അത്ര ക്രിസ്പി അല്ലായിരുന്നു, ബാക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല, നല്ലതായിരുന്നു എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അഡ്ജസ്റ്റബിൾ ആയിരുന്നു. പിന്നെ ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് എഗ്ഗ് ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ സ്വന്തം ബേക്കൽ ഫോർട്ട്, ഒരുപാട് സിനിമ പാട്ടുകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. നിങ്ങളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടോയെന്ന് കമൻറ്റിലൂടെ പറയണേ. ഞങ്ങൾ അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് പോവാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇതാണ് പ്രശ്നം, ടൈമില്ല ഞങ്ങൾക്കൊന്നിനും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം അകത്തേക്ക് പോയില്ല. ഞങ്ങൾ മെയിൻ ഒരു സ്ഥലത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ കടകളുണ്ടായിരുന്നു, അതിലൊക്കെ ഒന്ന് കയറി ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. എന്ത് രസമല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഓരോരോ പാട്ടുകളാണ് ഇതൊക്കെ എവിടെയാണ്, നമ്മുടെ കേരളത്തിലായിരുന്നു എന്ന് ഞാനിപ്പോഴായിരുന്നു കേട്ടോ അറിയുന്നത്. എന്തായാലും കണ്ടതിൽ ഒരുപാട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അവിടെ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കടകൾ, ചെറിയ ചെറിയ കടകളാണെങ്കിൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, ആരായാലും ഒന്ന് കണ്ടുപോകും. ഇതാണ് ഈ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ കടൽ തീരം, എന്നാ സീൻ ലുക്കാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് മംഗലാപുരത്തേക്കാണ് കേട്ടോ. ഇനി 50 കിലോമീറ്ററും കൂടിയുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ മംഗലാപുരത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. അതാ, എവിടെ പോയാലും ടോൾ ഉണ്ടാവും, അറിയാലോ. ഇത് മംഗലാപുരത്തൊരു കാഴ്ചയാണ്. ആ സൺസെറ്റ് ആയിട്ടില്ല, എന്നാലും ആ ഒരു സണ്ണിൻ്റെ ഒരു ഇതും ആ ലേക്കും ഒക്കെ ഒരുമിച്ച് കാണുമ്പോൾ എന്താ രസമല്ലേ. ഇപ്പം നമ്മൾ മംഗലാപുരം സിറ്റി അല്ലെങ്കിൽ ടൗണൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര ലൈവ്ലി സ്ഥലമാണ്. ഞാനൊക്കെ വിചാരിച്ച അത്ര ലൈവ്ലല്ലാന്ന്. ഇപ്പം നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. നമ്മൾ ജിഞ്ചർ ഹോട്ടലിലാണ് നിന്നത്, വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. ഞങ്ങൾ പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ചത് പിസ്സയായിരുന്നു. ഇത് ചിക്കൻ ബാർബിക്യൂ പിസ്സയാണ്, നല്ല ടേസ്റ്റുള്ള പിസ്സയായിരുന്നു. ഇനി നാളെ, ഇതല്ല നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, നമുക്ക് ഇനിയൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ ഡെസ്റ്റിനേഷൻ അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺഡ്.